എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ മിനിസ്റ്റർ ആയിട്ട് ഒരു ഇത് വരും എന്നുള്ളത്? അല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും മീഡിയാസ് ഉണ്ടാക്കുന്നൊരു ഇതുണ്ടല്ലോ ഒരു അപ്പം പക്ഷേ എന്നോടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഇല്ല എന്നുള്ളത്. ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ധാരണ കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു എന്ന് അവരോട് ചോദിക്കണം. മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഏത് വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി ചെയ്യാം, അല്ലെങ്കിൽ സാറിന് നന്നായി ചെയ്യാൻ പറ്റും തോന്നുന്ന വകുപ്പ് ഏതാ? അല്ല, നന്നായിട്ട് ചെയ്യാന്നല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ്. ഒരു കാലത്ത് ലോകം കേരളത്തിൽ തടിയാ വന്നേ, പൈസ എവിടെയാ ഒറിജിൻ? കേരളത്തെ തപ്പിയാണ് ലോകം പോയതെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തെ തപ്പി പോവാം. ഓരോ CM-നും ഓരോ സ്റ്റൈലുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിയാണല്ലോ വിമർശനം. CM-നെതിരെ വിമർശനം കണ്ടു, വെള്ളത്തിൽ ഇറങ്ങിയില്ല. പുതുപ്പള്ളിയിൽ സാർ എന്തൊക്കെയാണ് ഈ ഒരു 5 ഇയറിൽ സാറിന് എന്താണ് പ്ലാൻ മെയിൻ ആയിട്ടും? റോഡുകൾ ഒരു പ്രോബ്ലമാണ്. ഒരു സ്പോർട്സ് സിറ്റി എൻ്റെ ഒരു ഡ്രീമാണ്. എണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രമാണ് അതിന്. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം പ്ലസ് ശബരിമല ഇടത്താവളം, 2 പദ്ധതികൾ ഇപ്പം മനസ്സിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തും ക്രിറ്റിസിസം. ഞാനിപ്പം രക്ഷാപ്രവർത്തനം നടത്താൻ വെള്ളത്തിൽ പോയി, അപ്പൊ എനിക്കെതിരെ ക്രിറ്റിസിസം ഉണ്ട്. എന്റെ ഫാദറിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചതിന് എന്നെ ക്രിറ്റിസിസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. എന്റെ ജനങ്ങളും എന്റെ ഫാദറും എന്റെ കുടുംബമൊക്കെ എന്റെ ഉത്തരവാദിത്വമാണ്. ആയുർവേദം ഫോളോ ചെയ്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആയുർവേദത്തിന് എന്താ കുഴപ്പം? നമ്മള് നാടിന് ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കണം. അല്ല അവിടെ വന്ന് രാഷ്ട്രീയം പറയില്ല. ഇപ്പം ആൾക്കാരെ രക്ഷിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താ രാഷ്ട്രീയമുള്ളത്? ഏത് സമയം ആളുകൾക്ക് സാറിന്റെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ പരാതികൾ ബോധിപ്പിക്കാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ അങ്ങനെയാണോ? ഇവിടെയും വരാം. പ്രണയത്തെ കുറിച്ച് എന്താണ് ഒരു 1 ലൈൻ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു? നല്ല കാര്യം, മാരേജ്, കല്യാണം. അത് നമുക്ക് ശരിയാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു കേരളം ഇതുവരെ കാണാത്തൊരു യാത്രയപ്പല്ലായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് കൊടുത്ത്. അത്രയും ഒരു രീതിയിലുള്ള യാത്രയപ്പ് പ്രതീക്ഷിച്ചിരുന്നോ സാറ്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആളുകൾ വന്നപ്പോഴും അത് ഇത്രയും പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒന്നും പറയുകയില്ല, നമുക്കൊന്നും അറിയുകയില്ല. അപ്പം ഇത്ര ആളുകൾ വന്നു മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ സ്നേഹം നന്ദി പറയും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അത്രയും സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ളൊരു നേതാവിൻ്റെ ഫാമിലി ഡെഫിനറ്റ്ലി കുറേ സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അപ്പയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടോ കൊച്ചിലെയൊക്കെ? കൊച്ചിലെ അങ്ങനെ മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ വലുതാകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് മിസ്സിങ് പാർട്ട് വരുന്നത്. ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ? കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് തോന്നാറുണ്ട്. പിന്നെ അദ്ദേഹം എന്നെ സംബന്ധിച്ച് ഞാൻ പറയില്ല, ഞാൻ ദിവസം അവിടെ പോകും. ഇപ്പം നമ്മൾ മിസ് ചെയ്യുന്നില്ല, ആള് ഫിസിക്കലി ഇല്ല എന്നല്ലേ ഉള്ളൂ. മാത്രമല്ല എവിടെ ചെന്നാലും ആളുകൾ ഷെയർ ചെയ്യുന്ന ഓർമ്മ, ഈ മണ്ഡലത്തിലെ ഓരോ കോണിലും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഒറ്റ വാക്കേ അവർക്ക് പറയാനുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ മിസ്സിങ് ഇല്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും പുതുക്കുന്നു, ഇവിടുത്തെ ജനങ്ങളത് പുതുക്കുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു മിസ്സിങ് എന്ന് പറയാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഏത് മതവിശ്വാസം എടുത്താലും ഇതെല്ലാം കോമണാ. ഏത് മതവിശ്വാസം എടുത്താലും മരിച്ചവരെ കുറിച്ചുള്ള പ്രാർത്ഥന, മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നുണ്ട്. അവരാരും മരിച്ചിട്ടില്ല എന്നാണ് മിക്കവാറും എല്ലാ വിശ്വാസങ്ങളും പറയുന്നത്. ഗീതയിൽ പറയുന്നത് ശരീരം മാത്രമേ വസ്ത്രം മാറുന്ന പോലാണ് ശരീരം മാറുന്നത് ആത്മാവ്. അപ്പം ഇസ്ലാം മതത്തിലാണെങ്കിലും അതാണ് ഒരു കാഴ്ചപ്പാട്, അടുത്തൊരു ലോകത്തിലേക്ക് പോകുന്നു എന്നത്. പക്ഷെ അതുകൊണ്ട് മരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരെ ഹെൽപ്പ് ചെയ്ത ഒരു നേതാവായിരുന്നു CM ആയിട്ടിരുന്നപ്പോഴും. അപ്പം ആസ് എ CM ഉമ്മൻചാണ്ടി സാർ ചെയ്തതിൽ ഏറ്റവും സാർ അഡ്മയർ ചെയ്യുന്ന കാര്യം എന്താണ്? ജനസമ്പർക്ക പരിപാടി തന്നെ. തീർച്ചയായിട്ടും ജനസമ്പർക്ക പരിപാടി പോലെ ഒരു പരിപാടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓൺ ദ സ്പോട്ടിൽ ഒരു ഇടനിലക്കാരില്ലാതെ അവർക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കുക. ഇനി ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, അതിൻ്റെ ഹെൽപ്പ് ഡയറക്റ്റ് കിട്ടിയ ആളാണ് ഞാൻ. സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ ഇൻ്റർവ്യൂവിൽ. കാരണം എനിക്ക് കൊച്ചിലെ തൊട്ട് ആങ്കർ ആവണം എന്നൊക്കെയായിരുന്നു ഇഷ്ടം. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ എന്തെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ എത്തണം എന്നാണല്ലോ നമ്മളിങ്ങനെ ഡ്രീം ചെയ്യാമല്ലോ എത്ര വേണമെങ്കിലും. പക്ഷെ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ല, ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു 2015. അപ്പോൾ നമ്മുടെ വിചാരം എന്തുവാ, ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇത് കേട്ടപ്പോഴേ നമ്മൾ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കും.
പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പം റിസർവേഷൻ നോക്കി അങ്ങനെ ഇല്ല. അപ്പം നോക്കുവാണെങ്കിൽ APL ആണ്. സോ നമ്മൾ വിചാരിക്കുന്നത് ഇത് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മുടെ അടുത്തൊരു മെമ്പർ ഉണ്ടായിരുന്നേ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ജെനുവിൻ ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ സാറ് ഡയറക്റ്റ് വന്ന് അപ്പം തന്നെ ഇത് സാങ്ഷൻ ആക്കി തരും. അപ്പം മരുന്നുകളുടെ ഡീറ്റെയിൽസും ഡോക്ടറിൻ്റെ ലെറ്ററും മതിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാ കൊടുത്തത്. പക്ഷെ അതൊരു കായംകുളം വന്നപ്പോഴായിരുന്നു അമ്മയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുമായിരുന്നു. മെമ്പർ തന്നെയാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പോയി അത് ചെയ്തു. പക്ഷെ വിത്തിൻ ഡേയ്സ് നമുക്ക് വലിയൊരു തുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് അമ്മയുടെ അക്കൗണ്ടിൽ വന്നു. സോ ഞാൻ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ് ഉമ്മൻചാണ്ടി സാറിനോട്. അതുകൊണ്ട് UN ഈ കറപ്ഷൻ ഫ്രീ പ്രോഗ്രാമിനാണ് അവാർഡ് കൊടുത്തത്. കറപ്ഷൻ ഇല്ലാത്തൊരു പ്രോഗ്രാമായിട്ടാണ് ഇതിനെ കണക്കാക്കി. ആ അവാർഡാണ് UN അവാർഡായിട്ട് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പരിപാടി തീർച്ചയായിട്ടും ജനസമ്പർക്കം. കാരണം ജനങ്ങൾക്ക് ഇന്ന് നാളെ ഇത് കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അവർക്ക് ആ ദിവസം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, മറ്റേത് മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. തീർച്ചയായിട്ടും നമുക്കത് എപ്പോഴും നൂലാമാലകൾ ഉണ്ടെന്നല്ലോ നമ്മുടെ വിചാരം. പക്ഷെ സാർ ഇത് വിത്തിൻ ഡേയ്സ്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ വിത്തിൻ 3 days എന്തോ അക്കൗണ്ടിൽ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് അതിനൊരു കരിസ്മ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതേ ആ ഒരു അപ്പം നമുക്ക് തന്നെ അത്രയും നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്ന നേതാവാണ്. അപ്പം ഇത്രയും നല്ലത് ചെയ്ത മനുഷ്യനും ഒരുപാട് ഒരു വിവാദത്തിലൂടെ പോവേണ്ടി. ഇപ്പൊ ഞാൻ ആൾക്കാരെ രക്ഷിക്കാൻ പോയപ്പോൾ വിമർശനം കണ്ടില്ലേ, സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ വിവാദ സമയത്തെ ആസ് എ ഫാമിലി നിങ്ങൾ അതിനെ എങ്ങനെയാ മാനേജ് ചെയ്ത്? അത് പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് പുതുമയില്ല. അത് സത്യം എന്നാലും തെളിയുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അത് നടന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാറിനെയും അതിലേക്ക് ഡ്രാഗ് ചെയ്തില്ല. എല്ലാവരെയും ഡ്രാഗ് ചെയ്യാനും ബാക്കിയില്ല. അപ്പം ഉമ്മൻചാണ്ടി സാറിന് അതിപ്പം മക്കളെ അതിലേക്ക് ഡ്രാഗ് ചെയ്ത വിഷമം ഉണ്ടായിരുന്നു. അതിനകത്ത് ഫേക്ക് ആയതിനടുത്തോളം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, സത്യത്തിൻ്റെ കണിക പോലും ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റത്തില്ല. ഇപ്പം സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തടത്ത് വന്നിട്ട് പറയുന്നതൊന്നും കാര്യമില്ല. സാർ ഒരിക്കലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് കണ്ടില്ല, അല്ലെ അതിനെതിരെ ഒന്ന് പറയുമോ, അല്ലെങ്കിൽ അതിനെ വളരെ സൈലന്റ് ആയിട്ട് നിന്ന് അത് എന്തായിരിക്കും? അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫാക്റ്റ് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഹിറ്റ്ലറിന്റെ തന്ത്രമാണ്. ഈ കള്ളം പറഞ്ഞു സ്പിരിച്വൽ ടെററിസം എന്ന് പറയും. കള്ളം പറഞ്ഞു പറഞ്ഞ് സത്യമാക്കുക. അത് പല നാളുകളായിട്ട് ഈ നാട്ടിലുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പം അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ ആ സമയത്ത് വളരെ അഫക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറയാം, അതൊക്കെ ഓവർകം ചെയ്യുന്നതാണ് ഗോഡ് എന്ന് പറഞ്ഞത്. നമ്മളിതിനെ സത്യം കൊണ്ട്, സത്യമാണ് ഈശ്വരൻ, വേറെ ഈശ്വരനില്ല. നമ്മളാരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കാണുന്ന സത്യം എന്താ? ഈ കാണുന്ന എന്താണോ സത്യം അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എപ്പോഴും നമ്മളെ സംരക്ഷിക്കും. പക്ഷേ നമ്മളീ പറഞ്ഞല്ലോ, ഇത്രയും ജനകീയമായിട്ടൊരു പ്രോഗ്രാം ആയിരുന്നല്ലോ ജനസമ്പർക്ക പരിപാടി. പക്ഷെ അതുപോലും ഒരു റിസൾട്ട് കിട്ടാത്ത രീതിയിലേക്ക് വിവാദങ്ങൾ. റിസൾട്ട് കിട്ടില്ല, ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പം ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന സ്ഥാനമാണ് സ്ഥിരമായ സ്ഥാനം. മറ്റേ സ്ഥാനങ്ങളൊക്കെ ടെമ്പററിയാ. ചിലപ്പോൾ ഇന്നുണ്ട് നാളെ ഇല്ല, ഇന്ന് കാണും, ഇന്ന് ഇല്ല നാളെ കാണും. അപ്പം അത് ഒക്കെ ടെമ്പററിയാ. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ജനസമ്പർക്ക പരിപാടി എന്നുള്ളത് ജനമനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നേടിക്കൊടുത്ത ഏറ്റവും വലിയ പരിപാടിയാണ്. അദ്ദേഹം എന്നും അതുകൊണ്ട് തന്നെ ജനകീയനായി ജീവിതത്തിൽ നിൽക്കും. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സാർ ഇൻസ്റ്റാഗ്രാമിൽ ജയിച്ചു എന്നുള്ളത്, അതപ്പം ഇതിന്റെ ഒരു റിസൾട്ടായിട്ട് തോന്നിയോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള വിൻഡിക്കേഷനാണ് ഈ റിസൾട്ട്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 2 ഗവൺമെന്റുകൾ, ശ്രീ KC വേണുഗോപാൽ MP, അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു, 2 ഗവൺമെന്റ്സിന്റെ ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. ഉമ്മൻചാണ്ടിയുടെ 5 വർഷവും ഈ 10 വർഷവും കണ്ടിട്ട് ജനം വോട്ട് ചെയ്തതാണ് ഈ റിസൾട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിൻഡിക്കേഷനാണ്. ഞാൻ ഇലക്ഷൻ്റെ ദിവസം കറപ്പിട്ടാണ് ഞാൻ പോയി വോട്ട് ചെയ്തത്. കാരണം ഒരു നീതി കൊടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ സർക്കാരിനെതിരെ, അന്നത്തെ സർക്കാരിനെതിരെ കൂടിയുള്ള ഒരു നിലപാടായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സാറ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ജയിച്ചു. അപ്പോൾ ആ സമയത്ത് വീണ്ടും മീഡിയാസ് പറഞ്ഞു മിനിസ്റ്റർ ആകാൻ പോകുന്നു എന്നുള്ളത്. അതിനുശേഷം സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രതീക്ഷ സാറിനില്ല, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ മിനിസ്റ്ററായിട്ടൊരു ഇത് വരും എന്നുള്ളത്? അല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും മീഡിയാസ് ഉണ്ടാക്കുന്നൊരു ഇതുണ്ടല്ലോ ഒരു. അപ്പം പക്ഷേ എന്നോടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഇല്ല എന്നുള്ളത്. ഇപ്പം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ധാരണ കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു എന്ന് അവരോട് ചോദിക്കണം. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സാറിനൊരു, ഇപ്പം വെറുതെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഏതൊരു മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഏത് വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി ചെയ്യാം, അല്ലെങ്കിൽ സാറിന് നന്നായി ചെയ്യാൻ പറ്റും തോന്നുന്ന വകുപ്പ് ഏതാ? അല്ല, നന്നായിട്ട് ചെയ്യാന്നല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്സാണ്.
ആ അപ്പം ഞാൻ സ്പോർട്സിന് എനിക്ക് വലിയ താല്പര്യം. അപ്പം ഞാനിപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ ചെറുപ്പം തൊട്ട് എനിക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ചെറുപ്പം തൊട്ട് ഞാൻ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണും, വേൾഡ് കപ്പ് ക്രിക്കറ്റ് കാണും. ക്രിക്കറ്റ് ഭയങ്കര എനിക്ക് ക്രേസായിരുന്നു. പിന്നെ ടെന്നീസ് കാണുമായിരുന്നു, ഈ ഡേവിസ് കപ്പ്, അങ്ങനെ ഹോക്കി ആണെങ്കിലും എനിക്ക് ഭയങ്കര, ഇന്ത്യയുടെ ഗെയിംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് സ്പോർട്സുമായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ്. സ്പോർട്സ് ആയതെങ്കിൽ അല്ല, സ്പോർട്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. ഇപ്പം യൂത്തിനെ സാർ ഒരുപാട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. സോ എന്താണ് പ്ലാൻ? അതായത് ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരെ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ടും ഒക്കെ തോന്നില്ലേ, പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ, അല്ലെങ്കിൽ എന്താ വാട്ട് യുവർ പ്ലാൻസ് ഫോർ ഈ യൂത്തിന് വേണ്ടിയുള്ള പ്ലാൻ എന്താണ്? വാട്ടായോ നമുക്ക് യൂത്തിനെ ഇവിടെ നിർത്തണമെങ്കിൽ എന്താ പറയുക, നമ്മളൊന്ന് മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മളെല്ലാം കാഴ്ചകളും നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നത്, അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോസിറ്റീവാക്കി ഇവിടെ ഡെവലപ്മെൻറ്റ് വരണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, ഇവിടെ മാറ്റങ്ങൾ വരണം എന്നൊരു കാഴ്ചപ്പാടുമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ യൂത്തിനെ നിർത്താൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ എത്ര വിചാരിച്ചാലും നിൽക്കില്ല. ബിക്കോസ് വേൾഡ് മാറിക്കൊണ്ടിരിക്കുക, വേൾഡ് ഹസ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇന്ന് ലണ്ടനിൽ പോയാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്ത് പോയാലും മലയാളീസ് അറ്റ് ഹോം. നമ്മൾ ലണ്ടനിൽ പോയിക്കൂ, മൊത്തം മലയാളികളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലൊരു ഗ്രാമം പോലാണ് പല ഗ്രാമങ്ങളും നമുക്ക് അവിടെ തോന്നുന്നത്. കാരണം മൊത്തം ആൾക്കാർ മലയാളികളാണ്. ജർമ്മനിയിൽ പോയാലും മലയാളികളാണ്, ജപ്പാനിൽ ചെല്ലുമ്പോഴും മലയാളികളാണ്, എന്താ പറയുക, ആഫ്രിക്ക ചെല്ലുമ്പോഴും മലയാളികളാണ്. ലോകത്ത് എവിടെ പോയാലും ഇന്ന് മലയാളികളുടെ ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടിരിക്കുക. അപ്പോൾ ആ ക്ലസ്റ്റർ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. അവരവിടെ ചെന്ന് ചിലപ്പോൾ അബദ്ധത്തിൽപ്പെടും, ചിലപ്പോൾ നന്നായിട്ട് പോകും. പക്ഷെ എപ്പോഴും റിസ്ക് ഉണ്ട്. ആ റിസ്ക് എലിമെന്റ് ഇല്ലാതാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ അതേപോലെ ഡെവലപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ നാടിനെ ലണ്ടനായിട്ടും നമ്മുടെ നാടിനെ എന്താ പറയുക ദുബായി ആയിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തടത്തോളം കാലം പിള്ളേർ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ ലേബർ സപ്ലൈ ആക്കി നമ്മുടെ നാട്ടിനെ മാറ്റിയിരിക്കുക, മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ലേബർ സപ്ലൈ ആക്കി നമ്മുടെ നാട്ടിനെ മാറ്റിയിരിക്കുന്നു. ഒരു കാലത്ത് ലോകം കേരളത്തിൽ തേടിയാ വന്നേ. അതുകൊണ്ടാണ് സ്പൈസസിനെ തപ്പിയാണ് ഇന്ത്യയെ തപ്പി വരുന്നത്. സ്പൈസസ് എവിടെയാ ഒറിജിൻ? കേരളം. കേരളത്തെ തപ്പിയാണ് ലോകം പോയതെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തെ തപ്പി പോവാം. ഇനി തിരിച്ച് ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഏരിയ ആയിട്ട്, ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയ ആയിട്ട് കേരളത്തെ മാറ്റേണ്ടതുണ്ട്. അപ്പം ഈ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളെ അങ്ങോട്ട് വിടുന്നതിന് വരെ അവരെ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റി നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ഈ ക്യാപിറ്റലിനോട്. ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും നമുക്ക് നെഗറ്റിവിറ്റി വരുന്നത്. പക്ഷെ അത് മാറ്റി കുട്ടികളെ ഇവിടെ നിർത്തുവാനുള്ള സാഹചര്യം ഒരുക്കുക. അത് ഗവൺമെൻറ് അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. ബ്ലൂ എക്കോണമി, നോളജ് എക്കോണമി അടക്കം ഉള്ള എക്കോണമീസ് ഡെവലപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും എല്ലാം ഒരു മാറ്റം വരുത്തേണ്ട സമയമായി, ലൈക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള നിലയിലേക്കൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഒരു മഗിങ് അപ്പ് എന്നുള്ളതിലേക്ക് മാറിയിട്ട് അതെ, നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്? സ്കൂൾസിൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഫുട്ബോൾ പഠിപ്പിക്കണം, ക്രിക്കറ്റ് പഠിപ്പിക്കണം, എങ്ങനെയാണോ ഫിസിക്സ് പഠിപ്പിക്കുന്നത് അതും പഠിപ്പിക്കണം. അതേപോലെ മറ്റുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സാർ, ഇതിനിടയ്ക്ക് ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണല്ലോ, ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഓണം ഗിഫ്റ്റ്. ഓണം ഗിഫ്റ്റോ? അപ്പോൾ തിരിച്ചു തരണമെന്നാണല്ലോ? എനിക്കൊന്നും സാരില്ല. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ലേബൽ വ്യോമിക എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജാണ്, നമിതയാണ്. അതും സാറിനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിത്തിൻ 2 days എല്ലാം സെറ്റ് ചെയ്ത് അയച്ചു തന്നതാണ്. സാർ ഒന്ന് ഓപ്പൺ ചെയ്തു സാർ. ഇരുന്നാട്ടെ. വെരി ബ്യൂട്ടിഫുൾ സാർ. സ്വീറ്റില് പിക്ക് ഒന്ന് സ്വീറ്റില് പിക്ക് ബ്ലൂ ആണല്ലോ. കിറ്റ്കാറ്റ് ആണോ? അത് സാർ, അത് ഹോം മെയ്ഡ് ആണ്. നമിതയുടെ അവര് തന്നെ ചെയ്യുന്നതാണ്. ലേബൽ വ്യോമിക എന്നാണ് പേജിന്റെ നെയിം. എന്താ? ലേബൽ വ്യോമിക. ലേബൽ വ്യോമികയ്ക്ക് പ്രത്യേകമായ നന്ദി. നമിത എന്നാണ് അതിന്റെ ഓണറിന്റെ. നമിതയ്ക്ക് പ്രത്യേകമായ നന്ദി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷർട്ടും അതുപോലെ തന്നെ ഒരു മുണ്ടും തന്നു. അതുപോലെ തന്നെ അതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഓണം ഗിഫ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഒരു പിക്ക് തന്നു. തീർച്ചയായിട്ടും നന്ദി പറയുന്നു. താങ്ക് യു സാർ. നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, ഇപ്പം ജനസമ്പർക്ക പരിപാടി, അതായത് എപ്പോഴും കേരളം ഓർത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് പേഴ്സണലി ഞാൻ അതിൻ്റെ ഗുണം കിട്ടിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെ ഓർത്തിരിക്കും. സോ ഇങ്ങനത്തെ
കാര്യങ്ങളല്ലേ ശരിക്കും ഓരോ ഗവൺമെന്റും ചെയ്യേണ്ടത്. അപ്പം ഇപ്പം കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നു. സോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ. ഞാൻ പറയാം, ഓരോ CM-നും ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടിന് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തുടങ്ങിയതല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ നോളജബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ലോകം കണ്ടിട്ടുള്ള വ്യക്തിയാണ്, നല്ല വക്കീലാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാറിന് തോന്നുന്നുണ്ട്, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാനൊരു ടൈം പോലും ആയിട്ടില്ല ഒരു ഗവൺമെന്റ് കയറിയിട്ട്, പക്ഷെ സാറ് ഭക്ഷണം കഴിച്ചാൽ വരെ കുറ്റമായിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാണല്ലോ വിമർശനം. അതെ, CM-നെതിരെ വിമർശനം കണ്ടു, വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഇറങ്ങിയ കുഴപ്പം, ഇറങ്ങിയില്ല കുഴപ്പം. അപ്പം ഇതൊരു സ്റ്റൈലാണ് ഇവിടുത്തെ. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൂ. വിമർശനം ഉണ്ട്, വിമർശനം നമ്മൾ കാര്യമുള്ളതാണ് എടുക്കുക, കാര്യം തള്ളുക, അത്രേ ഉള്ളൂ. അതിപ്പം ഞാൻ ആ വീഡിയോ നോക്കുവാണെങ്കിൽ, ആ ഫോട്ടോ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 2 lakhs 3 lakhs-ഓളം ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. 1000 ആൾക്കാർ തെറി വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ 3 lakhs-ന്റെ പിന്തുണ നോക്കുക, അല്ലെങ്കിൽ 1000 നെഗറ്റീവ് നോക്കുക. അപ്പം ബേസിക്കലി നമ്മളതിൻ്റെ പോസിറ്റീവ് മാത്രം കാണാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നമ്മൾ പുതുപ്പള്ളിയിൽ സാർ എന്തൊക്കെയാണ് ഈ ഒരു 5 ഇയറിൽ സാറിന് എന്താണ് പ്ലാൻ മെയിൻ ആയിട്ടും? ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ റോഡുകളൊരു പ്രോബ്ലമാണ്, അതൊരു ഫാക്റ്റാണ്. അതേസമയം അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ റിലീസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പം എനിക്കിപ്പോൾ ഒരു സർക്കാർ 5 കോടി തന്നിട്ട് ഒരു ടെക്നോ പാർക്ക് തന്നു. അവിടെ ഒരു 50 കോടിയുടെ പ്രോജക്റ്റുമായിട്ട് മറ്റാൾ വന്ന് സാജനിലെത്തി ടെക്നോ പാർക്കിൻ്റെ ഇത് ഒരു പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു IHRD-യിൽ അടുത്തൊരു സ്ഥലം ഞാൻ വിട്ടുകൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സ്പോർട്സ് സിറ്റി എൻ്റെ ഒരു ഡ്രീമാണ്. ആ സ്പോർട്സ് സിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പരിപാടി. പിന്നെ ഇപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ വെണ്ണിമല ലാഭലക്ഷ്മണ ക്ഷേത്രമാണ്. അതിന് അപ്പോൾ അവിടെ ഒരു മ്യൂസിയം പ്ലസ് ശബരിമല ഇടത്താവളം, 2 പദ്ധതികൾ ഇപ്പം ഇവിടെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ പലരെയും സംസാരിക്കുന്നു. നോക്കട്ടെ, ഇതൊക്കെ സ്വപ്നങ്ങളാണ്, നമ്മൾ ഡ്രീംസ് ആണ്. IT പാർക്ക് എന്നുള്ളത് സാങ്ഷൻ ആയെന്ന് സാർ പറഞ്ഞില്ല, പക്ഷെ നമ്മളിപ്പം കോട്ടയം എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് ഇപ്പം നമ്മളിപ്പോൾ IT പാർക്ക് തുടങ്ങിയ കമ്പനീസ് വരും എന്ന് സാറിന് വിശ്വാസം ഉണ്ടോ? അതല്ലേ 50 കോടി 52 ആൾ പിറ്റേ ദിവസം ചെയ്തതിന്റെ കാരണം എന്താ? അത് തന്നെ മതിയല്ലോ, ഞങ്ങൾക്ക് 50 കോടി മാത്രം മതി ഇത് ഡെവലപ്പ് ചെയ്യാൻ, ബാക്കി പിന്നെ നോക്കാം. നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സാറിന് ശരിക്കും എപ്പോഴായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? അല്ല, അദ്ദേഹത്തിന് ത്രോട്ടിന് ഒരു 15 തൊട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അന്ന് ആദ്യം ഒരു ഗ്രോത്ത് കണ്ടെങ്കിലും പിന്നെ സബ്സിക്വന്റ് ആയിട്ട് നോക്കിയപ്പോൾ അതില്ലായിരുന്നു. പക്ഷെ ആ സമയത്താണ് സാർ ജനസമ്പർക്കമായിട്ട് സജീവമായിട്ട് നടന്നത്. അതെ. അപ്പം അന്നത്തെ ജനസമ്പർക്കം ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഇദ്ദേഹത്തിന് ഒരു ജൂലൈ ഓഗസ്റ്റിലാന്ന് തോന്നുന്നു, സെപ്റ്റംബറിലാന്ന് കണ്ടുപിടിച്ചത്. പക്ഷെ 1 മാസം കൊണ്ട് ഡിസപ്പിയർ ചെയ്തു. അപ്പം അന്ന് പുള്ളി ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാൻ പറ്റി. കാരണം അദ്ദേഹത്തിന് ആ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റി. പിന്നെ 19-ൽ റിപ്പീറ്റ് വന്നു, 22-ൽ റിപ്പീറ്റ് വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്തും കോൺട്രവേഴ്സി വന്നു, ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ലായിരുന്നു. അതെന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തും ക്രിറ്റിസിസം. അവരവരുടെ കാര്യം നോക്കുക, ഇതിനകത്ത് വഴിയുള്ളൂ. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ പേഷ്യന്റ് തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന്. 15-ൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഏത് മെഡിസിൻ എടുത്തു അദ്ദേഹമല്ല തീരുമാനിച്ചേ. അതേ മെഡിസിൻ 19 കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 22-ൽ കൊടുക്കുമ്പോൾ ഇവർക്ക് പ്രശ്നം വരേണ്ട കാര്യമില്ലല്ലോ. 22-ലും അദ്ദേഹം തന്നെയാണ് മെഡിസിൻ എടുത്തത്. ആരും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ വേറെ പ്രഷർ ചെലുത്തി ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അതേ എടുത്ത മെഡിസിൻ അല്ലേ. അപ്പം അത് ഞാനിപ്പം രക്ഷാപ്രവർത്തനം നടത്താൻ വെള്ളത്തിൽ പോയി, അപ്പം എനിക്കെതിരെ ക്രിറ്റിസിസം ഉണ്ട്. എൻ്റെ ഫാദറിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചതിന് എന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ ജനങ്ങളും എൻ്റെ ഫാദറും എൻ്റെ കുടുംബമൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് വേറൊരാൾക്ക് കമൻറ്റ് ചെയ്യാൻ കൊള്ളാം, പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ സാറിന് ലൈക്ക് ആയുർവേദ ഫോളോ ചെയ്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആയുർവേദത്തിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ആയുഷിന് എന്താ കുഴപ്പം? ആയുഷിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ പല കണ്ടുപിടുത്തങ്ങളും ആയുർവേദം എന്നുള്ളത് സത്യമാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രം പറയുന്നതല്ലോ, അത് ലോകത്ത് വരുന്ന മാറ്റങ്ങളാണല്ലോ. ഇപ്പൊ ടാറ്റ തന്നെ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ബോംബെ തുടങ്ങുകയാണ്, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ഞാൻ പറയട്ടെ, ആയുർവേദം വേണം, അലോപ്പതി വേണം, എല്ലാ സിസ്റ്റവും വേണം. അതിനകത്ത് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. നമ്മളെന്തിനാ അതിനെയും നെഗറ്റീവ്ലി കാണുന്നത്?
നമുക്ക് ആളുടെ സൗഖ്യമല്ലേ വേണ്ടത്, അല്ലാതെ ഇന്ന സിസ്റ്റം കറക്റ്റ് ആണെന്നോ തെറ്റാണെന്നോ പ്രൂവ് ചെയ്യുകയല്ലോ. അപ്പോൾ എല്ലാ സിസ്റ്റവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്ത് തന്നെ സാർ പറഞ്ഞു, ഇപ്പം ആശയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും പിണറായി വിജയൻ സാറിനെ കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ സമയത്ത് കരുതൽ എന്ന് ഓർക്കും എന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം എന്താ പറയുക, ഒരു രാഷ്ട്രീയ മര്യാദയ്ക്കപ്പുറം മര്യാദയുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയം കാണും, ഞാൻ പറയാം പലരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം കാണും, പക്ഷേ രാഷ്ട്രീയ മര്യാദ കാണിക്കുമ്പോൾ അതിന് ഞാൻ തെറ്റാണെന്ന് പറയണം. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. 3-4 DYFIയുടെ ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്യുന്ന എന്നെപ്പറ്റി പോസിറ്റീവായിട്ട് ഈ ഒരു കമൻറ്റിന് ഇട്ടിട്ടുണ്ട്. ഞാനും തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്, റെസ്പെക്ട് ബിയോണ്ട് പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള നന്മ കാണുന്നു, അതിനകത്ത് എന്താ തെറ്റ്? അപ്പം നമ്മൾ നാടിന് ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കണം, അല്ല അവിടെ വന്ന് രാഷ്ട്രീയം പറയില്ല. ഇപ്പം ആൾക്കാരെ രക്ഷിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താ രാഷ്ട്രീയമുള്ളത്? അവിടെ DYFIയും കോൺഗ്രസും BJP ഒക്കെ ഒന്നിച്ചിരിക്കണം. നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ മനുഷ്യരെ രക്ഷിക്കണ്ടേ? അപ്പം അങ്ങനെ മനുഷ്യത്വം മുഖ്യമന്ത്രി കാണിച്ചു, അന്നത്തെ മുഖ്യമന്ത്രി കാണിച്ചു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഒരു പ്രശ്നം വന്നപ്പോൾ, ആവശ്യമില്ലാത്ത വിമർശനം വന്നപ്പോൾ അദ്ദേഹം അതിന് വില കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിയിലുള്ളപ്പോൾ ഏത് സമയം ആളുകൾക്ക് സാറിൻ്റെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ പരാതികൾ ബോധിപ്പിക്കാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ അങ്ങനെയാണോ? ഇവിടെയും വരാം. അങ്ങനെ തന്നെയാണ്, അപ്പയുടെ പാത്ത് ഫോളോ ചെയ്യുന്ന ആളാണ്. പരമാവധി ആൾക്കാരെ കാണുന്നുണ്ട്. സാറ് ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് നിങ്ങൾ യാത്രകളൊക്കെ പോകും, ഇപ്പം ഈ ഓണം എന്നൊക്കെ പറഞ്ഞില്ല, ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും അവധികളൊക്കെ കിട്ടുമ്പോൾ യാത്രകളൊക്കെ പോകുമായിരുന്നു? യാത്ര വളരെ കുറവായിട്ടാണെങ്കിലും പോയിട്ടുണ്ട്, ഇല്ലാതെ മൊത്തത്തിൽ ഇല്ലാന്ന് പറയത്തില്ല, പക്ഷെ പോയിട്ടുണ്ട്. പക്ഷെ വളരെ വിരളമാണ്. നമ്മുടെ ജീവിതം വെച്ച് പോകുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ പോയിട്ടുണ്ട്. സാറിന് ഇപ്പം ഒരു ബിസി ഡേയുടെ റുട്ടീൻ എങ്ങനെ, ഇപ്പോൾ കറക്റ്റ് ടൈമിൽ എണ്ണീക്കുന്ന ആൾ അങ്ങനെയൊക്കെയാണോ ചാണ്ടി ഉമ്മൻ? സമയമൊക്കെ പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രാവലും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഈ സർവ്വ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം ഒരു തിരക്കുകളില്ലാത്ത ദിവസങ്ങൾ അങ്ങനെ ഇല്ലെന്ന് എനിക്കറിയാം, എന്നാൽ പോലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട്? ഇപ്പം അങ്ങനെ ഇവിടെ ഇപ്പം ഒരു ഹെക്ടിക്കാണ്, അതുകൊണ്ട് ഒന്നും അങ്ങനെ ഒരു റുട്ടീൻ പോലും ഇല്ല. എന്നാലും ഒഴിവ് സമയങ്ങളിൽ സിനിമയൊക്കെ കാണാറുണ്ടോ? ചില ദിവസങ്ങളിൽ പോകാനുള്ള സമയം കിട്ടും, രാത്രി ലേറ്റ് ആയിട്ട് ഈ പാലാ ഭാഗത്തൊക്കെ പോകുമ്പോൾ സിനിമ പുത്തേറ്റ് ഫിലിംസ് ഉണ്ട്, അപ്പോൾ അവിടെ രാത്രി ഷോ ഉണ്ട്, അപ്പോൾ 12 o'clock ചിലപ്പോൾ. ലാസ്റ്റ് കണ്ട മൂവി ഏതാ? ലാസ്റ്റ് കണ്ട മൂവി കരാവളി എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിമായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്പിരിച്വൽ ഫിലിമാണ് എപ്പോഴും ഇഷ്ടം. കരാവലി അങ്ങനെ സ്പിരിച്വൽ ഫിലിമാണ്, കന്നഡയാണെങ്കിലും എനിക്ക് കുറച്ച് കന്നഡ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് ചാർജ് ഉണ്ട്, അവിടെ കുറച്ച് സമയം ഫ്രീ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കന്നഡ ഫിലിം കാണണമെന്ന് പറഞ്ഞ് ഈ കരാവലി എന്ന് പറഞ്ഞ ഒരു മൂവി കാണാൻ പോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് എന്നാ കണ്ടത്? അതിപ്പോൾ ഒരു 15-20 ദിവസം. മൂവി ആണെങ്കിൽ സ്പിരിച്വൽ മൂവീസിനോടാണ് ഇഷ്ടം? അല്ല, അത് കണ്ടതിന് ശേഷം സ്പിരിച്വൽ മൂവി എന്ന് മനസ്സിലായി, പക്ഷെ അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കാരണം ഇതിനു മുമ്പ് ഞാൻ കന്നഡ മൂവി കണ്ടിട്ടുള്ളത് നമ്മുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്, പേര് പെട്ടെന്ന് കാന്താര. ഞാനന്ന് ഭാരത് ജോഡോ യാത്രയ്ക്ക് പോയപ്പം കർണാടകത്തിൽ ഒരു തിയേറ്റർ, ഞാൻ ഏത് ഫിലിമാണെന്ന് അറിയാതെ കയറി കണ്ടതാണ്, പക്ഷെ കാന്താരയായിരുന്നു കണ്ടത്. അത് ഭയങ്കര സ്പിരിച്വൽ മൂവിയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് അതുകൊണ്ട് ഞാൻ കണ്ടു. മൂവീസ് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള മൂവീസ്, മൂവീസ് ഒന്ന്, പിന്നെ അല്ലാതെ എന്താ സാറിന്റെ ലെഷർ ടൈം ആക്ടിവിറ്റീസ്? ഹിസ്റ്റോറിക്കൽ മൂവീസ്, സ്പിരിച്വൽ മൂവീസ്, അത് നോവൽസ് ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ നോവൽസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒഴിവ് സമയങ്ങളിൽ വായിക്കുകയും ചെയ്യും? അത് എൻ്റെ ഒരു ഹാബിറ്റാണ്, കാരണം ഹിസ്റ്ററി ആണല്ലോ എൻ്റെ സബ്ജക്ട്, അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അത് ഞാൻ സാർ ഇപ്പോൾ PhD എന്തോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, സമയം പ്രശ്നമല്ലേ. അങ്ങനെ ഇപ്പം സാറിന് അപ്പോൾ റൊമാൻറ്റിക് മൂവീസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ബുക്സ് ഒന്നും ഇഷ്ടമല്ല? ഞാൻ ബുക്സ് അങ്ങനെ വായിക്കാറില്ല, പക്ഷെ ഫിലിംസ് കാണും. എന്നാലും പ്രണയത്തെക്കുറിച്ച് എന്താണ് ഒരു 1 ലൈൻ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞ? നല്ല കാര്യം. ഓക്കെ. ഇനി സ്ഥിരം സാർ കേട്ടും അടുത്ത ക്വസ്റ്റ്യൻ, മാരേജ്, കല്യാണം. അത് നമുക്ക് ശരിയാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ നാടിന് സമാധാനവും ഐശ്വര്യവും ശാന്തിയും എന്നും ഉണ്ടാവട്ടെ.
നമുക്ക് ഈ ഒരു ഓണത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ മറികടക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാകട്ടെ. രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ നമ്മളെ വേർപിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നാണെന്നുള്ള സന്ദേശം നൽകുന്ന ഈ വലിയ ഉത്സവം നമ്മുടെ എല്ലാ ദിവസത്തെ അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിനും ഒരുപാട് ബിസി ഷെഡ്യൂളായിരുന്നു അറിയാം. പക്ഷേ നമ്മുടെ ബി4 ബ്ലേസ് മലയാളത്തിൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു.